ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഗൂഡല്ലൂരിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഊട്ടിയിൽ നിന്ന് വയനാട്ടിലേക്ക് വരുമ്പോൾ ബോർഡർ ക്രോസ് ആവില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഒന്നും ആലോചിച്ചില്ല, സേഫായി സെറ്റായിട്ട് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ഈ ഹോട്ടലിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ മസാല ദോശ, അതുപോലെ തന്നെ ഗീ റോസ്റ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് പോയി അവിടെ നിന്നെല്ലാം വെക്കേറ്റ് ചെയ്തു. നമ്മുടെ ഹാൻഡ് ലഗേജ് കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ കാറിലോട്ട് വന്നു. അപ്പോഴത്തേക്കും വേറെ ഒരു പ്രോബ്ലം ആയത്, നമ്മൾ പാർക്ക് ചെയ്ത കാറിൻ്റെ തൊട്ട് മുമ്പ് വേറെ ഒരു വന്ന് പാർക്ക് ചെയ്ത കാരണം കൊണ്ട് തന്നെ നമുക്കൊരു 30 to 45 മിനിറ്റ്സോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം റിസപ്ഷനിൽ പറഞ്ഞ് അത് കഴിഞ്ഞ് അവർ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു കാറ് എടുത്ത് പോയ ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കുറേ ടൈം അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ടായി. കുറേ എത്തിയപ്പോഴത്തേക്കും മോന് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞപ്പം കാറ് സൈഡാക്കിയിട്ട് ഇളനീര് കുടിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ അതൊന്നും വേണ്ട, നാരങ്ങ സോഡ മതി എന്ന് പറയുന്നത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. എൻ്റെയും അങ്ങനെ തന്നെയാണ്. എവിടെ പോയാലും ഞങ്ങൾ നാരങ്ങ സോഡയാണ് കുടിക്കാറ്. അങ്ങനെ പപ്പ പുറത്ത് പോയി അവൻ അതൊക്കെ മേടിച്ചു കൊടുത്തു. ഒരു നാരങ്ങ കയ്യിലും കൊടുത്തു. ഛർദ്ദിക്കാതിരിക്കാൻ നാരങ്ങ ഇങ്ങനെ മണത്താൽ മതി എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ വയനാട് അഡ്വഞ്ചർ പാർക്കിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിപ്പ് ലൈന്, സൈക്ലിംഗ്, റോപ്പ് ആക്ടിവിറ്റീസ്, അങ്ങനെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ചെയ്യാമെന്നുള്ളതായിരുന്നു പ്ലാൻ. മുമ്പ് സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്, അത് വേറൊരു ഏരിയയിലാണ്. പക്ഷെ അത് അത്ര ലോങ് അല്ല. ഇവർ പറയുന്നത് ഭയങ്കര ലോങ്ങസ്റ്റ് സിപ്പ് ലൈനാണ് എന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് താഴത്തുനിന്ന് ടിക്കറ്റ്, എൻട്രി പാസ് കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ജീപ്പിലാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. പെർ പേഴ്സൺ 50 റുപ്പീസ് അങ്ങനെ അത്രേ വരുന്നുള്ളൂ പാസിന്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ അഡ്വഞ്ചേഴ്സിന് ഓരോരോ സെപ്പറേറ്റ് ടിക്കറ്റായിട്ട് നമ്മൾ എടുക്കണം എന്നാണ് അവർ താഴത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ജീപ്പിലൊക്കെ കയറുന്നത്. അപ്പം അത് നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. സിപ്പ് ലൈന്, സൈക്ലിംഗ്, അങ്ങനെ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പാക്കേജും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പാക്കേജായിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എമൗണ്ടിലും അതിൻ്റേതായ വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സിപ്പ് ലൈൻ അതുപോലെ ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് ഡ്രോൺ വന്നിട്ട് അവരുടെ ക്യാമറ വെച്ചിട്ട് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് എക്സ്ട്രാ 400 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എക്സ്ട്രാ പേയ്മെൻറ്റ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ മോന് ഭയങ്കര ധൈര്യമായിട്ട് അവന് സിപ്പ് ലൈൻ ഞാൻ ചെയ്യാം. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ ഇവൻ പേടിക്കൂലേ, ചെറിയ മോനല്ലേ. അവൻ ഭയങ്കര ധൈര്യത്തിൽ കയറിയിട്ട് എനിക്ക് സിപ്പ് ലൈൻ ചെയ്യണം എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ അവൻ ധൈര്യമായിട്ട് അങ്ങ് പോയി. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാനും സിപ്പ് ലൈനിൽ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് അത്ര വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ഇതിനു മുമ്പും പല ആക്ടിവിറ്റീസും ഇതുപോലെ സിപ്പ് ലൈനൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ അങ്ങോട്ട് തള്ളി വിടുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു പേടി തോന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം നല്ല ഫണ്ണായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് റെസ്റ്റ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിശ്രമിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചുറ്റും ഫുള്ള് ഗ്രീനറിയാണ്. പിന്നെ നമ്മൾ ടോപ്പിലാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൈൻഡ് ഫ്രഷ് ആകുന്ന ഫീല് നമുക്ക് ഓണസ്റ്റ്ലി തോന്നും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരാൻ പറ്റിയൊരു സൂപ്പർ പ്ലേസാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.